എല്ലാവർക്കും ഉഷാസ് അക്കൗണ്ടിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. ഞാൻ ഉഷ ഹരിഹരൻ, 30 വർഷമായി കൊമേഴ്സ് അധ്യാപികയായിരുന്നു. ഇപ്പോൾ ഞാൻ സ്റ്റേറ്റ് CBSE സിലബസിലുള്ള കുട്ടികൾക്ക് +1 ക്ലാസ്, അക്കൗണ്ടൻസിയുടെ +1 ക്ലാസ്സുകൾ കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് ഒരു സീരീസ് ആയിട്ടാണ് ഞാൻ ഇതിൻ്റെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് എല്ലാ കുട്ടികളും ഈ ക്ലാസ്സുകൾ കേൾക്കണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിട്ട് ഒരു ഇൻട്രഡക്ഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ തരാണ്. അക്കൗണ്ടിങ് എന്താണ് എന്നത്, അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്ന ഒരു കൊമേഴ്സ് വിദ്യാർത്ഥി എപ്പോഴും അക്കൗണ്ടിങ് എന്താണ് എന്ന് ആദ്യമേ അറിഞ്ഞിരിക്കണം. നമ്മൾ അക്കൗണ്ടിങ് എന്തിനു വേണ്ടി പഠിക്കുന്നു, അക്കൗണ്ടിങ് എന്താണെന്നുള്ളതെന്ന് ആദ്യമേ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ അക്കൗണ്ടിങ് പഠിക്കുന്നതിന് മുൻപ് നമ്മൾ ബുക്ക് കീപ്പിംഗ് എന്താണെന്ന് ആദ്യമേ അറിഞ്ഞിരിക്കണം. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ എല്ലാ ട്രാൻസാക്ഷൻസ് പറഞ്ഞാൽ ആ സ്ഥാപനത്തിൽ നടക്കുന്ന എല്ലാ ഇടപാടുകളും, എല്ലാ ട്രാൻസാക്ഷൻസും ഒരു ഓർഡറിൽ അടുക്കും ചിട്ടയുമായിട്ട് രേഖപ്പെടുത്തുന്ന ഒരു മെത്തേഡാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഇൻ എ സെറ്റ് ഓഫ് ബുക്സ് ഇൻ സിസ്റ്റമാറ്റിക് മാനർ എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് അവരുടെ ട്രാൻസാക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ വളരെ ഭംഗിയായിട്ട് അടുക്കും ചിട്ടയോടും കൂടി രേഖപ്പെടുത്തുന്ന ഒരു രീതിയാണ് ബുക്ക് കീപ്പിംഗ്. അപ്പോൾ അവിടെ ട്രാൻസാക്ഷൻസ് റെക്കോർഡിങ്ങേ ഉള്ളൂ ബുക്ക് കീപ്പിംഗിൽ. ബട്ട് അക്കൗണ്ടിങ്, നമ്മൾ അക്കൗണ്ടിങ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫയിങ്, സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നു, അതിനെ ക്ലാസിഫൈ ചെയ്യുന്നു, അത് സമ്മറൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ദ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് thereof. അതാണ് അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡ് ചെയ്യുന്നു, അത് ക്ലാസിഫൈ ചെയ്യുന്നു. ക്ലാസിഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരേപോലെ ഉള്ളതൊക്കെ ഓരോരോ ഗ്രൂപ്പുകളായിട്ട് തരംതിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ആ ബിസിനസ് സ്ഥാപനം ഇന്നവരുടെ രാവിലത്തെ ട്രാൻസാക്ഷൻസിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസിൽ പല ടൈപ്പ് ട്രാൻസാക്ഷൻ ഉണ്ടാകും. പർച്ചേസ് ചെയ്തതുണ്ടാകാം, റെന്റ് കൊടുത്തതുണ്ടാകാം, സാലറി കൊടുത്തതുണ്ടാകാം. അപ്പോൾ ഇതിൽ നിന്ന് അവർ എന്ത് ചെയ്യും, ഒരേപോലുള്ളതൊക്കെ അവർ റെക്കോർഡ് ചെയ്തിരിക്കുന്നതിൽ നിന്നും ക്ലാസിഫൈ ചെയ്യും, തരംതിരിക്കും. റെന്റ് എല്ലാം ഒരു ഗ്രൂപ്പിൽ, സാലറി കൊടുത്തത് ഒരു ഗ്രൂപ്പിൽ, ഗുഡ്സ് വാങ്ങിച്ചത് ഒരു ഗ്രൂപ്പ്, വിറ്റത് ഒരു ഗ്രൂപ്പ്, ക്യാഷ് എല്ലാം ഒരു ഗ്രൂപ്പ്, അങ്ങനെ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫൈ ചെയ്തിട്ട് അത് അവരെന്ത് ചെയ്യും, സമ്മറൈസ് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് ടോട്ടൽ ചെയ്യും. ടോട്ടൽ ചെയ്ത് അതിൻ്റെ റിസൾട്ട് അവർ ആർക്കാണോ ഇതിൻ്റെ റിസൾട്ട് അറിയേണ്ടത്, ഇന്ന് വൈകുന്നേരം കട കൂട്ടുന്ന സമയത്ത് അതിൻ്റെ എന്റർപ്രണർക്ക് ഇന്ന് ക്യാഷ് അക്കൗണ്ടിൽ എത്ര രൂപയുടെ ബാലൻസ് ഉണ്ട് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ക്യാഷ് അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ മതി. അതിൽ കൃത്യമായിട്ട് അതിൻ്റെ റിസൾട്ട് അതിലുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഷോ ചെയ്യാനായിട്ട് അക്കൗണ്ടിങ്ങിന് കഴിയുന്നു. അപ്പോൾ അക്കൗണ്ടിങ് ആണ് നമ്മൾ തുടങ്ങുന്നത്. അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമ്മളിനി അക്കൗണ്ടിങ് പഠിക്കുമ്പോൾ അക്കൗണ്ടിങ്ങിൽ നമുക്ക് മെയിനായിട്ട് 2 തരത്തിലുള്ള അക്കൗണ്ടുകളാണുള്ളത്, പേഴ്സണൽ അക്കൗണ്ടും ഇംപേഴ്സണൽ അക്കൗണ്ടും. ഇംപേഴ്സണൽ അക്കൗണ്ടിനെ നമ്മൾ വീണ്ടും 2ആയിട്ട് തരംതിരിക്കുന്നുണ്ട്, റിയൽ അക്കൗണ്ടും നോമിനൽ അക്കൗണ്ടും. ഇനി ഒരു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസിൽ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ 2 വശങ്ങളും റെക്കോർഡ് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ഇതിൽ കൂടി ഇനി പറയാൻ പോകുന്നത്.